ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ ലൈവിൽ വീഡിയോയിൽ വന്നിട്ട് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു കാര്യം ചോദിക്കാനും ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ലൈവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും അറിയാം, സാധാരണക്കാരായ ചേച്ചിമാർക്ക് വീട്ടിൽ എന്തെങ്കിലും ചെറിയൊരു വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ നമുക്ക് ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്, അവരൊക്കെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് പൈസ ഒന്നുമല്ല, ചെറിയൊരു വരുമാനം നമ്മൾ കാരണം അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടുന്ന ജോലി ഒഴിവുകൾ കണ്ടിട്ട് ഒരുപാട് പേര് അത് ചെയ്ത് അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കോട്ടൺ വേസ്റ്റിൻ്റെ ഒക്കെ കുറേ ചേച്ചിമാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കോട്ടൺ വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ഞാൻ പറയാൻ വന്നതൊന്നുമല്ല, ഇത് മാത്രമല്ല, നമ്മുടെ വീഡിയോ കണ്ടിട്ട് വേറെ കുറച്ച് ആളുകൾ, കുറച്ച് ചേച്ചിമാർ അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ പറഞ്ഞിട്ട് അവരുടെ വീടിൻ്റെ ഫോട്ടോയും ദാരിദ്ര്യമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നത്, ഞങ്ങളുടെ ദാരിദ്ര്യം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞൊന്ന് വീഡിയോ ചെയ്യാമോ, അപ്പോൾ അത് കാണുമ്പോൾ ആളുകൾ ഞങ്ങൾക്ക് ഇതിന് സഹായം ചെയ്യും, അതൊന്ന് ചെയ്തു തരുമോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്ക് ചെയ്യാൻ കുറച്ച് പരിമിതികളുണ്ട്. കാരണം ഒന്നാമത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് എനിക്കറിയാം സാധാരണക്കാരായ ചേച്ചിമാരാണ് കൂടുതലും. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കയ്യിലൊന്നും മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു വരുമാനമുള്ള ആളുകളായിരിക്കില്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യാത്തത്. പിന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞതിൻ്റെ നിയമവശങ്ങൾ എന്താണ്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, പിന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് എൻ്റെ വീട്. അപ്പോൾ പല ജില്ലയിൽ നിന്നാണ് ചേച്ചിമാർ അവരുടെ വീടിൻ്റെ ഫോട്ടോയും ദയനീയ അവസ്ഥയൊക്കെ എടുത്തിട്ട് നമുക്ക് വീഡിയോ അയച്ചു തരുന്നത്. ഒന്ന് ചാനലിൽ പറയുമെന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്കതൊന്നും ആരും കള്ളം പറയുകയാണെന്നല്ല പറയുന്നത്, പക്ഷെ നമുക്കത് ജെന്യൂനിറ്റി പോയി അന്വേഷിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ തൃശ്ശൂരാണ്. അപ്പോൾ എല്ലാ ജില്ലയിലും കുറേ ചേച്ചിമാർ എനിക്ക് വീഡിയോസ് അയച്ചു തരുന്നുണ്ട്. ഞങ്ങളുടെ വിഷമം പറഞ്ഞൊന്ന് വീഡിയോ ചെയ്യാമോ, അല്ലെങ്കിൽ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ സഹായിക്കട്ടെ, ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കുന്നത്, ഞാൻ പറഞ്ഞു ഞാൻ തൃശ്ശൂരാണ്. അപ്പോൾ പല ജില്ലയിൽ നിന്നുള്ള വീഡിയോസ് അയച്ചു തരുമ്പോൾ നമുക്കതിൻ്റെ ജെന്യൂനിറ്റി, നിങ്ങൾ കള്ളം പറയുകയാണെന്നല്ല ഞാൻ പറയണത്, ലോകം അങ്ങനെയാണല്ലോ കുറേയൊക്കെ. അപ്പോൾ അതിൻ്റെ ജെന്യൂനിറ്റി നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടു, അപ്പോൾ ഒരുപാട് പേര് അവരെ സഹായിച്ചു എന്നിരിക്കട്ടെ, എന്നിട്ട് പക്ഷേ അത് സഹായം ആഗ്രഹിക്കുന്ന ആളുടെ കയ്യിലല്ല എത്തിയെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെയും പറ്റിക്കണ പോലെ ആവുമല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇപ്പം നമുക്ക് ഒരുപാട് റീച്ചുള്ള ചാനലൊന്നുമല്ല, ചെറിയൊരു ചാനലാണ്. അപ്പോൾ ഈ ചാനലിലൂടെ എന്തെങ്കിലും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷമുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ വീടില്ലാത്തൊരു വീട് വെച്ച് കൊടുക്കാൻ അങ്ങനെയൊന്നും നമ്മുടെ ചാനലിനോട് പറ്റില്ല. പക്ഷേ ചെറിയൊരു കുഞ്ഞു വാവയുടെ ബർത്ത്ഡേ ഒക്കെ നമുക്ക് ഇപ്പോൾ ഒരു കേക്ക് വാങ്ങി കൊടുക്കാനാണെങ്കിൽ ആ ഉണ്ണിക്കൊരു ഉടുപ്പ് വാങ്ങിക്കൊടുക്കാൻ അങ്ങനെയൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ അതും ഞാൻ തന്നെ ഒരാളെ കണ്ടുപിടിക്കുന്നില്ല. കാരണം എനിക്ക് പേടിയാണ് നെഗറ്റീവ് കമൻറ്റ് വരും. നമ്മൾ ചാനലിൽ റീച്ച് ഉണ്ടാക്കാനാണ്, അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടാനാണ്, അങ്ങനെയൊക്കെ കമൻറ്റ് വരും. അപ്പോൾ നിങ്ങൾ തന്നെ ഒരാളെ കണ്ടുപിടിച്ച് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ ഭാഗത്തുള്ള ആരെങ്കിലും ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പൈസ ഇല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ കാര്യങ്ങൾ ചാനലിൽ ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു, ഇപ്പോൾ ഒരാളെ കൊണ്ട് ഒരു 10 രൂപ വെച്ചെടുത്താലും അപ്പോൾ ചാനലിൽ ഇട്ടിട്ട് ആ വരുന്ന ആളുകൾ സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് വരുന്ന ആളുകളുടെ ഒരു 10 രൂപയൊക്കെ പിരിവിട്ടിട്ട് നമുക്ക് ഒരു കേക്കൊക്കെ വാങ്ങി ആ ഉണ്ണിക്കൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ ആ ഉണ്ണിക്ക് അല്ലെങ്കിൽ ഉണ്ണിയുടെ അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളാണ് പറയുന്നത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റിനും ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ നിൽക്കാം. അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വീഡിയോയിൽ വന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.